ഹലോ ഗൈസ്, വെൽക്കം ടു എം കോഡ്. എം കോഡിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് IDE, അതുപോലെ തന്നെ എന്താണ് ടെക്സ്റ്റ് എഡിറ്റർ, എന്തൊക്കെയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം, എന്തിനാണ് IDE യൂസ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. സോ ആദ്യമായിട്ട് എന്താണ് IDE? IDE എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് എന്നാണ്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഒരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പൈത്തൺ ഫയൽ നമുക്ക് എങ്ങനെ റൺ ചെയ്യാൻ സാധിക്കുക. അതിനായിട്ട് നമ്മളൊരു പെർട്ടിക്കുലർ ഒരു പാത്തിൻ്റെ അകത്ത് ഒരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യണം അല്ലേ. അതിന് .py എക്സ്റ്റൻഷൻ വെച്ചിട്ട് ഒരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, കമാൻഡ് പ്രോംപ്റ്റോ ടെർമിനലോ ഒക്കെ എടുത്തിട്ട് ആ പർട്ടിക്കുലർ ഫയൽ പാത്തിൽ എത്തിയിട്ട് അതിനെ റൺ ചെയ്യണം അല്ലേ. പൈത്തൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമാൻഡ് യൂസ് ചെയ്തിട്ട് പൈത്തൺ, അതിനുശേഷം ഫയൽ നെയിം, ഈ രീതിയിലാണ് നമ്മളത് റൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതൊരു ഡെവലപ്മെന്റ് പെർസ്പെക്റ്റീവ് നോക്കുന്ന സമയത്ത് ഇത് വളരെ ബുദ്ധിമുട്ടാണല്ലേ നമുക്ക് ചെയ്യാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ IDE യൂസ് ചെയ്യുന്നത്. ആ ഒരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ IDE യൂസ് ചെയ്യുന്നത്. IDE എന്ന് വെച്ചാൽ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്. അവിടെ നമുക്ക് എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എഴുതിയ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ എഴുതിയ പ്രോഗ്രാം നമുക്ക് റൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് മാത്രമല്ല, ഒരുപാട് അധികം ഫീച്ചേഴ്സ് ഉണ്ട്. ഒരു ടെക്സ്റ്റ് എഡിറ്റർ നമ്മൾ നേരത്തെ നോട്ട് പാഡ് ആയി യൂസ് ചെയ്യേണ്ടായിരുന്നു. നോട്ട് പാഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ ടെക്സ്റ്റ് എഡിറ്റർ ആണ്. നമുക്ക് ഒരുപാട് അഡ്വാൻസ്ഡ് ടെക്സ്റ്റ് എഡിറ്റേഴ്സ് ഉണ്ട്. സോ അതിൻ്റെ അതിനെക്കാട്ടിലും ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് IDEൻ്റെ അകത്തുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ആ IDEൻ്റെ അകത്ത് തന്നെ നമുക്ക് ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പൈത്തൺ ഫയൽ റൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഡീബഗ് ചെയ്യാൻ സാധിക്കും. എന്താണ് ഡീബഗിംഗ് എന്നൊക്കെ നമ്മൾ വഴിയെ പഠിക്കുന്നതാണ്. സോ ബേസിക്കലി ഡീബഗ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത പ്രോഗ്രാമിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എങ്കിൽ അത് നമ്മൾ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ എഴുതിയ കോഡിനെ. അങ്ങനത്തെ ഒരു ഫെസിലിറ്റി അതിനകത്തുണ്ട്. അതുപോലെ തന്നെ ജിറ്റ് അല്ലെങ്കിൽ വേർഷൻ കൺട്രോൾ നമുക്ക് എന്ത് ചെയ്യും, ഇനേബിൾ ചെയ്യാം. ഓൾറെഡി IDEൻ്റെ അകത്ത് ഇനേബിൾ ആയിരിക്കും. ഇതെല്ലാം കോൺഫിഗർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മൾ IDE യൂസ് ചെയ്യുന്നത്. ഒരുപാട് IDEs ഉണ്ട്. എല്ലാ ലാംഗ്വേജിനും ഒരുപാട് IDEs ഉണ്ട്. അതുപോലെ തന്നെ ഏതൊരു IDEയിൽ നമുക്ക് എല്ലാ ലാംഗ്വേജും കോഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് പൈത്തണിന്റെ പൈച്ചാം എന്ന് പറയുന്ന ഒരു IDE ഇൻസ്റ്റാൾ ചെയ്യാനാണ്. പൈച്ചാൺ വളരെ ഫെമിലിയർ ആയിട്ടുള്ള പൈത്തൺ ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ പൈച്ചാമിൽ നമ്മൾ ചെയ്യുന്നത്. സോ നമുക്കതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ പൈച്ചാമിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് ലോഗിൻ ചെയ്യുക. ഇതാണ് അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഒരു ഡൗൺലോഡ് ഓപ്ഷൻ കാണിക്കും. അതുപോലെ തന്നെ .exe വിൻഡോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും. ഇതിനകത്ത് ഇത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഈ exe ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇതിവിടെ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത് ഡൗൺലോഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് 835 MB ഉണ്ട്. ഇത് ഞാനിവിടെ പോസ് ചെയ്യണം. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്, നിങ്ങൾ കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് ഇത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ എവിടെയാണോ ഡൗൺലോഡ് ചെയ്ത് ആ പെർട്ടിക്കുലർ പാത്തിൽ വരാം. ഫോർ എക്സാമ്പിൾ നമുക്കിത് ഡൗൺലോഡ്സിലാണ്. ഇവിടെ ഡബിൾ ക്ലിക്ക് അടിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൈച്ചാം നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് പൈച്ചാമിൻ്റെ അകത്തൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പൈച്ചാം എന്ന് ടൈപ്പ് ചെയ്യുക. എനിക്കിവിടെ ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇത് ആദ്യം ഒന്ന് ലോഡ് ആവാൻ കുറച്ച് സമയമെടുക്കും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇമ്പോർട്ട് സെറ്റിംഗ്സ്, ഇന്റലിജെ കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ വിഷ്വൽ സ്റ്റുഡിയോ കൊടുന്ന് കാണാം. നമുക്ക് തൽക്കാലത്തേക്ക് സ്കിപ്പ് ഇമ്പോർട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പൈച്ചാം ഇങ്ങനെ ഓപ്പൺ ആവുന്നതാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിനകത്ത് പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരുപാട് മറ്റു ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നതാണ്. ന്യൂ നോട്ട്ബുക്ക്, ഇതിൻ്റെ അകത്ത് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ന്യൂ പ്രൊജക്റ്റ്. ഓക്കെ, ഇതിനുശേഷം നമുക്ക് നമ്മുടെ പ്രൊജക്റ്റ് ഒരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, മൈ ഫസ്റ്റ് പൈത്തൺ പ്രൊജക്റ്റ്, എന്തെങ്കിലും ഒരു പേര് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നമ്മുടെ പൈത്തൺ വേർഷൻ ഇവിടെ സെലക്ട് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. ഇത് ഓൾറെഡി ഡിഫോൾട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ളത് 3.11 ആണ്. ഇത്രയേ ഉള്ളൂ. അതിനുശേഷം ക്രിയേറ്റ് കൊടുക്കുക. നമുക്ക് കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് എന്ത് കാണുന്നതാണ്, നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റ് ഇതിനകത്ത് ക്രിയേറ്റ് ആയത് കാണുന്നതാണ്. അഗെയിൻ നമ്മൾ ഈ ഒരു ഫോൾഡർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഓക്കെ,
ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മൈ ഫസ്റ്റ് പൈത്തൺ പ്രൊജക്ട് എന്ന് പറഞ്ഞ കാണിക്കുന്നതാണ്. ഇവിടെ നമുക്ക് .vnv എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണാം. ഇത് നമ്മുടെ പ്രൊജക്റ്റിന് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എൻവയോൺമെന്റ് കോൺഫിഗറേഷൻ ഒക്കെയാണ്. സോ ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് എങ്ങനെയാണ് കോഡ് ചെയ്യാൻ നോക്കാം. സോ അതിനായിട്ട് ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഇതിൽ റൈറ്റ് ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ന്യൂ എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് ഒരു ഓപ്ഷൻ കാണും. അതിനകത്ത് നമുക്ക് പൈത്തൺ ഫയൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഹലോ വേൾഡ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ ഹലോ വേൾഡ് .py എക്സ്റ്റൻഷൻ py കൊടുക്കുക. അല്ലെങ്കിൽ ഇവിടെ ഓൾറെഡി സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ py-ന്റെ ആവശ്യമില്ല, ജസ്റ്റ് ഹലോ വേൾഡ് കൊടുക്കുക, പൈത്തൺ ഫയൽ സെലക്ട് ചെയ്യാം. സോ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നമുക്ക് ഹലോ വേൾഡ് .py എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് പൈത്തൺ കോഡ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഓൾറെഡി നമുക്കറിയാവുന്നത് ഒരു പ്രിന്റ് ആണല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അകത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോ നോക്കിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് പ്രിന്റ്, അതിനുശേഷം ഹലോ വേൾഡ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നു ഇവിടെ സജഷൻസ് ഒക്കെ വരുന്നുണ്ട്. സോ അതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ ജസ്റ്റ് ഹലോ വേൾഡ്. അതിനുശേഷം ഇത് റൺ ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ ആണ്. ഇവിടെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലേ ബട്ടൺ കാണാവുന്നതാണ്. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ കാണാൻ പറ്റും റൺ ഹലോ വേൾഡ്. സോ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ വളരെ ഈസിയാണ് ഒരു ID ഇൻസ്റ്റാൾ ചെയ്യുക, and അതുപോലെ തന്നെ ഇത് റൺ ചെയ്യുന്നത് വളരെ ഈസിയാണ്. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ a is equal to 10, അതുപോലെ തന്നെ പ്രിന്റ് a, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ഔട്ട്പുട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്.